20ഓളം സൂപ്പർ ഡയറക്ടർമാരുടെ പടം ചെയ്തിട്ടുള്ളവരാണ് ഈ പോറ്റി. എന്നിട്ട് എനിക്കൊരു പടം തരാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഷൂട്ടിങ് പോലും നേരെ ചൊവ്വേ കാണാത്തവന്മാരാണ് ഇന്നത്തെ ഡയറക്ടർമാര്. അവരെ പോലുള്ളവരെ നിങ്ങൾക്ക് ചേരൂ. അതിന്റെ ഗുണം സിനിമ തിയേറ്റർ വരുമ്പോ അത് കാണാനുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഫോണിനോടുള്ള സംസാരം എനിക്കിങ്ങോട്ട് താങ്ങിയതാണല്ലേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സാറേ. ശരി ശരി, അടുത്ത സീനിന്റെ സ്ക്രിപ്റ്റ് എടുക്ക്. അതിന് നായികയില്ലല്ലോ, നായിക വന്നാലേ അടുത്ത സീനുള്ളൂ. നമസ്കാരം സാറേ. എന്റെ വേഷം എപ്പോഴാ സാറേ? വേണുവിന് SI വേഷം തന്നെ കൊടുത്തേക്ക്. SI വേഷോ? ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം, ഒന്ന് വെയിറ്റ്. ശരി സാറേ. അതെ, ഇതൊരു കുരിശ, വേറൊരു വഴിയുമില്ല. അതിനകത്ത് SI വേഷം ഇല്ലല്ലോ. ഓക്കെ ശരി ശരി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം SI വേഷം കൊടുത്ത് അവിടെ എങ്ങാനും ഇരുത്ത്. ഹീറോയിൻ വരുമ്പോഴേ ആൾക്കാരുടെ ശല്യവും കുറയ്ക്കാം. നമുക്കൊരു വെയിറ്റ് വാങ്ങി പോറ്റിയെ വിളിച്ചിട്ട് സോങ് സെറ്റ് ചെയ്യാൻ പറയൂ. സാറേ ഇതെങ്ങനെയുണ്ട് സാറേ? അടുത്ത കുരു വന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂമും മേക്കപ്പും ചേർന്നപ്പോ നന്നായിരിക്കണം. വേണു, നമ്മുടെ നായിക ഇപ്പൊ വരും. അവർ വന്നിറങ്ങുമ്പോ ആൾക്കാർ തള്ളിക്കയറും. അവരെ സേഫ് ആയിട്ട് വേണു ലൊക്കേഷനിൽ എത്തിക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ കലക്കും സാറേ. കാലേച്ചോട്ടു 2 ലക്ഷം രൂപ പോയി. ഞാൻ തന്നെ അയ്യോ സാറേ, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നെറ്റിൽ കണ്ട ഫോട്ടോ എന്റേതല്ല. മോർഫിംഗാ സാറേ. മാഡം വരണം. ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. കോരത്തന്നെ നീ എന്റെ നല്ല ജീവൻ കളഞ്ഞല്ലോടാ. തുറക്കണേ ഡോറ്. ഇത് നിങ്ങൾ കണ്ടൂടെ? മാഡം ഇത് പാത്രമാണോ ഗർഭപാത്രമാണോ? പാത്രത്തെ കൊച്ചിരിക്കുന്നെന്ന്. നീ എങ്ങനെയാ ഇതിനകത്ത് കയറിയത്? എനിക്ക് സ്ഥലം വേണ്ടേ? അപ്പൊ നിങ്ങളല്ല നായിക? അല്ല, നീ മാറിയില്ല. ദൈവമേ, എന്റെ റോള് മാഡം, ഇതാണ് പ്രൊഡ്യൂസർ കനകരാജ് സാർ. സാറിന് മനസ്സിലായില്ലേ? പിന്നെ അതെന്ത് ചോദ്യമാണ്? തിളങ്ങുന്നവരാണല്ലോ താരങ്ങൾ. അതുൽ സാറിന്റെ ബിൽക്കുൽ ടീക്കെ എന്ന മൂവി ലൊക്കേഷൻ ഞാൻ വരുന്നത്. അഭിഷേകിന്റെ നായികയാണ്. ഓ, അത് കൊള്ളാം. നമ്മുടെ ഒരു ലോ ബഡ്ജറ്റ് പടാണ്. കൂടുതലും പുതുമുഖങ്ങളാണല്ലോ. എല്ലാരും ഉണ്ട്. ഞാൻ പുതുമുഖങ്ങളുള്ള സിനിമയിൽ അധികം അഭിനയിക്കാറില്ല. എല്ലാവരും പുതുമുഖങ്ങളായിട്ടല്ലേ വരുന്നത്. എവിടെ നാട്? നാട് പുതുക്കുളങ്ങര. ഇപ്പൊ ചെന്നൈയിലാണ്. പുതുകുളങ്ങര. അവിടെയും പുതുണ്ട്. ഞങ്ങളുടെ റൂം ശരിയായിട്ടുണ്ടല്ലോ. ടൗണിലാ, പ്ലാസ ഹോട്ടൽ. 3 റൂം ഇട്ടേക്കണേ. സൈലൻസ്. നിങ്ങളോടല്ല, പിടിച്ചു മാറ്റൂ. അസിസ്റ്റൻസ് അവിടെ. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഓക്കെ ഓക്കെ, വൺസ് മോർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഒരുത്തനെ കൊണ്ട് സഹിക്കാൻ വയ്യ, അതാ വേറെ ഡയറക്ടർ. എനിക്ക് എന്തേ? അല്ല, ഞാൻ ഈ മോണിറ്ററിന്റെ ഇവിടെ വരാൻ. ഓ, ഒരമാരണം കുട്ടിയും പറിച്ച് വരും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ തന്നെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്തിന്? എന്റെ പേര് ആന്റണി. പറഞ്ഞുതരാം. ഇത് പോലീസ് ഡ്രസ്, പിന്നെ വക്കീൽ കോട്ട്, പൈലറ്റിന്റെ കോട്ട്, ഡോക്ടറുടെ കോട്ട്, അങ്ങനെ ഏത് വേഷത്തിന് പറ്റിയ ഡ്രസ്സും എന്റെ അടുത്തുണ്ട്. അപ്പൊ തുണിക്കച്ചവടക്കാരനാണോ? ഇതൊന്നും ഇവിടെ വേണ്ട, എല്ലാം കോസ്റ്റ്യൂമറുടെ കയ്യിലുണ്ട്. അയ്യോ അതല്ല, ഇതിൽ ഏത് വേഷം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പിന്നെ ഡ്രസ് എന്റെ സ്വന്തമായതുകൊണ്ട് സാർ അതിന് വാടകയും തരണ്ട. പിന്നെ അത് മാത്രമല്ല, തിരക്കഥാകൃത്തിനുള്ള ജുബ്ബ, ഡയറക്ടർക്കുള്ള ജുബ്ബ, ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. എടാ, തന്നോടല്ലേ പറഞ്ഞത് വേണ്ടാന്ന്? സാറിന് ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടോളാം, എങ്ങനെ വേണമെങ്കിലും. പറയാമോ? ഞാനിവിടുത്തെ വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസർ ആണോ? വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്യൂൺ. ഈ പ്യൂൺ ഒരു ഓഫീസർ ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കാം.
ഇതാണോ ഐഡന്റിറ്റി Sorry, കാർഡ്? ഇത് രാവിലെ കിട്ടി കൈക്കൂലിയാ. ചേട്ടാ പ്രൊഡ്യൂസർ വിളിക്കുന്നു. ഉണ്ടായിരുന്നല്ലോ. അനിയ നീ ആരാ ഇതിന്റെ പ്രൊഡ്യൂസറാ? ഓ പ്രൊഡ്യൂസർ അന്വേഷിക്കാൻ നടക്കണേ. ഇയാൾക്ക് എന്തൊക്കെ അറിയണം? പോടോ ഓരോരോ പൊട്ടമാരി. പുച്ഛിക്കണ്ട. ഒരിക്കൽ ഞാൻ സ്റ്റാർ ആയിട്ട് വരുമ്പോ നീയൊക്കെ സാറേന്ന് വിളിക്കും. ഇതുവരെ റൂം റെഡിയായില്ലേ? റീനയ്ക്ക് AC റൂം ഓക്കെ ആണല്ലോ അല്ലേ? നോക്കട്ടെ നോക്കട്ടെ. ആ നാളെ തരാമെന്നാ മാനേജർ പറഞ്ഞത്. ഓ ആ അപ്പൊ നാളെ ശരിയാവും അല്ലേ? ആ പിന്നെ എന്നാ റീന മാഡം ചെല്ല്, നാളെ AC റൂം കിട്ടും. ഓക്കെ ഓക്കെ. ആ നാളെ സാർ വാക്കുമാറില്ലല്ലോ. ഹേയ് എങ്കിലേ എന്റെ നിറം മാറും. Come, mommy. ഓ. Let's go. ഇവക്ക് AC റൂം കൊടുത്തിട്ട് എന്ത് കിട്ടാൻ? ഡയറക്റ്റ് വരെ തൊഴുത്തിലാ കിടക്കണത്. നിറം മാറുന്നതൊക്കെ കൊള്ളാം, എന്റെ മുമ്പിൽ ഒന്ന് തുണി മാറാണ്ടിരുന്നാ മതി. ഹലോ സാർ നമുക്ക് അടുത്ത ഷോട്ട് ക്രെയിനിലെടുത്തോ സാർ? ക്രെയിനിൽ ഓ പിന്നെന്താ? ഛോ, ആ പോറ്റിയെ കാണുന്നില്ലല്ലോ. സ്ക്രിപ്റ്റ് ആണെങ്കിൽ അയാളുടെ കയ്യിലല്ലേ? അയാൾ ആ ജാനകിയുടെ കൂടെ അങ്ങനെ കാണും. സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ വിളിപ്പിച്ചിരുന്നു, ഇതുവരെ എത്തിയില്ല. ഓ ബോധം വന്ന് കാണില്ല. ബോധം വീഴുമ്പോൾ ക്യാഷ് ചോദിക്കും, അല്ലെങ്കിൽ കുപ്പി ചോദിക്കും. കുപ്പിയാകുമ്പോൾ കുറച്ച് ക്യാഷ് അല്ലേ അകത്തുള്ളൂ. ഷൂട്ട് കഴിയുമ്പോഴെങ്കിലും അയാൾക്ക് ബോധം വീഴോ? ഓ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കാതിരിക്കാന്നാ പ്രൊഡ്യൂസർ ആലോചിക്കുന്നത്. അല്ലാതെ പിന്നെ. നമസ്കാരം. ആ റീന ഇരിക്കൂ. സാർ ഒരു പടം ചെയ്ത് ഹിറ്റ് ആക്കിയതുകൊണ്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ തയ്യാറായത്. അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കാനുള്ള കൊതി കൊണ്ടല്ല. ഉഫ്, റീനയ്ക്ക് നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇഷ്ടമായില്ലേ? എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് തീരെ പിടിക്കുന്നില്ല. അതെ, റീന വലിയ സെറ്റപ്പിൽ നിന്ന് വരുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ എന്തിനാണ് സാർ എന്നെ ഇതിലേക്ക് വിളിച്ചത്? ഓ ഏതെങ്കിലും ചെലവ് കുറഞ്ഞ ആർട്ടിസ്റ്റിനെ വെച്ചാ പോരായിരുന്നോ? ഇതിലെ ക്യാരക്ടർ ചെയ്യാൻ റീനയാണ് ആപ്റ്റ് എന്ന് തോന്നി, അതാ ഞാൻ സജസ്റ്റ് ചെയ്തത്. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ സെറ്റപ്പ് പോയി പൊരുത്തപ്പെടാൻ തീരെ കഴിയില്ല. തുടക്കത്തിലുള്ള പ്രശ്നമേ ഉള്ളൂ, പിന്നെ ശരിയായിക്കോളും. അതെ അതെ. അത് എടുത്താണ് പിന്നെ സാർ, സാർ, നമസ്കാരം സാർ. എന്റെ പേര് ആന്റണി. ഞാൻ ഒന്ന് രണ്ട് സിനിമ മുഖം കാണിച്ചിട്ടുണ്ട്. സാറിന്റെ ഈ പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം. ഇതില് വേഷം? സാർ അങ്ങനെ പറയരുത്. അല്ലല്ല, ഇതില് വേഷം. ഞാൻ കാല് പിടിക്കാം. സാറിന്റെ കാല് ഞാൻ പിടിക്കാം. എന്തെങ്കിലും ഒരു വേഷം പ്ലീസ് സാർ. ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ നടക്കുന്നു. എനിക്ക് ഒരു സ്റ്റാർ ആവാൻ വലിയ ആഗ്രഹമാണ് സാർ. പ്ലീസ് സാർ. സാറിന്റെ മറ്റേ കാലം ഞാൻ പിടിക്കാം. എന്താണോ? സോറി സോറി സോറി. കനക, എടാ ആന്റണി നീയായിരുന്നാ? നീ എന്താ ഇവിടെ ചാൻസ് വെച്ച് വന്നതാ? ഞാനോ? എടാ ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഈ പടത്തിന്റെയോ? അതേന്ന്. നീയോ? സത്യം? ആ നീ ഇങ്ങ് വന്നേ, ഞാൻ പറയാം. സത്യമായിട്ട് നീ ഈ പടത്തിന്റെ producer ആ? എടാ കണ്ടിട്ട് സത്യം പറഞ്ഞ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തുമാത്രം ആഗ്രഹിച്ചെന്നാ നിന്നെ ഒന്ന് കാണാൻ. ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്നെ കാണാനാണ്. സത്യത്തില് കർത്താവാണ് എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചത്. നീ രവീന്ദ്രനെ പിന്നെ കണ്ടോ? ഇല്ല, എന്നെങ്കിലും ഒരിക്കലും അവൻ എന്റെ മുമ്പിൽ ഒന്ന് ചാടും. അന്ന് ഞങ്ങൾ ഒരാളെ ജീവിക്കും. അത് പോട്ടെ, എന്തായാലും എനിക്ക് സന്തോഷമായി. നീ വലിയ ആളായല്ല. പഴയ ദുരനുഭവം വെച്ചിട്ട് എല്ലാം വെച്ച് കെട്ടിയതാ. എന്നാലും ഒരാഗ്രഹം. പണ്ട് നമ്മൾ ഒരുമിച്ച് കുറെ അലഞ്ഞിരിഞ്ഞ് നടന്നല്ലേ. അത് തന്നെ എന്റെ ഭാര്യ ഗ്രേസിയും പറയുന്നത്. സിനിമാ പ്രാന്തിന് മാത്രം ഒരു ചികിത്സയില്ലെന്ന്. ഇതിവിടെയും വന്ന ഈ ശല്യം? ഇവനോ? ഇവനെന്റെ ബാല്യകാല സുഹൃത്താ. ആഹാ, നിങ്ങൾ രണ്ടുപേരും ചങ്ങാതിവരാണല്ലേ? രണ്ടല്ല 3 പേരായിരുന്നു. ഞങ്ങള് 3 പേരും കൂടിയാ പണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. ഇവനായിരുന്നു ഞങ്ങളുടെ തല. ഓഹോ, അപ്പൊ മറ്റേയാളവിടെ? ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന പൈസയായിട്ട് അവൻ മുങ്ങി. ഇതുവരെ പൊങ്ങിയില്ല. ആ അതൊക്കെ പിന്നെ പറയാം. ദാ ഇവനൊരു നല്ല വേഷം കൊടുത്തേക്ക്. അത് പിന്നെ പറയാനുണ്ടോ? സാറിന്റെ കളഞ്ഞു കിട്ടിയ ചങ്ങാതിയല്ലേ? സോറി കേട്ടോ. കാലിന് കുഴപ്പം- അയ്യോ ഇല്ല ഇല്ല. പണി പാളിയല്ലേ സാറേ? നോക്ക്. ഇന്നെന്താ വല്ല ഗമയിലാണല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും എന്നെ ഒരു മൈൻഡും ഇല്ലല്ലോ. ഓ എങ്ങനെ മൈൻഡ് ഉണ്ടാവും? ആ എന്നാ കേട്ടോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഉഗ്രൻ ചാൻസ് കിട്ടി. പപ്പ ഇതൊക്കെ കുറെ കേട്ടതാണ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എടാ, ഇത് എപ്പോഴും പറയുന്ന പോലല്ല, സത്യം കേട്ടോ. നീ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേര് കേട്ടാണല്ലോ ശരിക്കും നിങ്ങൾ ഞെട്ടും. അല്ല, സദ്ദാം ഹുസൈൻ. കൊച്ചുമാക്രി. നിങ്ങളുടെ വാക്കും കേട്ടെ നാട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി സിനിമയ്ക്ക് പോയതാ. 19 ആൾക്കാരുടെ ഇടയിൽ കുന്തം പിടിച്ച് നിക്കണു.
ആകെ ചമ്മിപ്പോയി. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. പോകാൻ പറ്റേ. എന്താ മനുഷ്യ, ഇത് അതുപോലല്ല. ഈ പ്രൊഡ്യൂസറുടെ പേര് നീ കേട്ടിട്ട് പോയാ മതി. ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ആ പ്രൊഡ്യൂസറുടെ പേരാണ് കനകൻ, സാക്ഷാൽ കനകരാജ്. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടുവന്ന്. കർത്താവിന് നേരാ. ആ ഇനി പറ, എനിക്ക് ആ റോള് കിട്ടില്ലേ? കനകച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതോ ആ കള്ളനും ഉണ്ടോ? പിന്നെ പുള്ളിക്കാരന്റെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം. പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓ ഉത്തരവ് തമ്പുരാട്ടി, ഒന്ന് പോടി അവിടുന്ന്. പണ്ടെങ്ങാണ്ട് മുയല് വീണ് ചക്കയത്തുനിന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. പപ്പ അറിയില്ലെങ്കിൽ പറയണ്ട, ചക്ക വീഴാണ് മുയലാത്തത്. എന്തായാലും അത് ചത്തില്ലേ, പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അല്ലായാലും ഉത്തരം കിട്ടുമ്പോ എല്ലാ പപ്പമാരും ഇങ്ങനെ തന്നെ പറയണത്. പോയി പഠിക്കടാ. പോയി പഠിക്കടാ. അവന്റെ ഒരു മുയലും ചക്കയും. അല്ല അന്നമോളെന്തിയേ? മായച്ചിയുടെ വീട്ടിൽ ആണോ? നീ എന്ന് അന്നമോളെ വിളിച്ചിട്ട് വാ. വന്നേ പറയട്ടെ. മലയാള സിനിമയിൽ ഇതോടുകൂടി ഞാനൊരു സംഭവം പൊതുവെയുള്ള സംസാരം. ആര് പറഞ്ഞു? അല്ല എന്റെ സംസാരമാണത്.